തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ വിചിത്ര വിശദീകരണവുമായി ആരോഗ്യവകുപ്പ്. ശസ്ത്രക്രിയാ പിഴവ് നേരത്തെ അറിയാമായിരുന്നുവെന്നും ആരോഗ്യവകുപ്പ് സമ്മതിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്കിടെ കാട്ടാക്കട സ്വദേശിനി സുമയ്യയുടെ ശരീരത്തിൽ സർജിക്കൽ ഗേറ്റ് ട്യൂബ് കുടുങ്ങിയ വാർത്ത 24 ആണ് പുറത്തുകൊണ്ടുവന്നത്. ചികിത്സാ പിഴവിൽ ഡോക്ടർ വീഴ്ച സമ്മതിക്കുന്ന ശബ്ദരേഖ 24-ന് കിട്ടി. പരാതി കിട്ടും മുന്നേ അന്വേഷണം നടത്തിയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. 2025 ഏപ്രിൽ മാസം വിദഗ്ധ സമിതി രൂപീകരിച്ചു. ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ അഭിപ്രായം തേടി. ട്യൂബ് നെഞ്ചിലുള്ളതുകൊണ്ട് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നു. പരാതി ലഭിച്ചാൽ വിദഗ്ധ സമിതിക്ക് കൈമാറി നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിയിച്ചു. ചികിത്സാ പിഴവ് സംബന്ധിച്ചുകൊണ്ട് ഡോക്ടർ രാജീവ് കുമാർ സുമയ്യയുടെ ബന്ധുവിനോട് സംസാരിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നു. പറ്റിയൊരു അബദ്ധം, വലിയൊരു ഞാനല്ല, എനിക്കിതിനെ കുറിച്ച് അറിവില്ല. ഞാൻ ഇടുന്ന സാധനമല്ല, നമ്മുടെ കാര്യമല്ല, ഇട്ടത്. നമ്മൾ പെട്ട് നിൽക്കാൻ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം സുമയ്യ ബുദ്ധിമുട്ട് അനുഭവിച്ചത് 2 വർഷം. പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ട്യൂബ് കണ്ടെത്തിയത്. ഇത് പുറത്തെടുത്താൽ ജീവനാപത്താണെന്നും കണ്ടെത്തി. ശ്രീചിത്രയിലെ ചികിത്സയ്ക്ക് രാജീവ് കുമാർ പണം നൽകിയതിന്റെ തെളിവും പുറത്തുവന്നു. സംഭവത്തിൽ സുമയ്യ മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. ആരോഗ്യവകുപ്പിലെ സ്ഥിരം നാടകം പോലെ റിപ്പോർട്ട് തേടി തലയൂരുകയല്ല വേണ്ടത്. 26-കാരിക്ക് തുടർ ചികിത്സ ഉറപ്പാക്കണം. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കണം. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം.